ഹജ്ജിന് പോകുന്നവർക്ക് വേണ്ടിയുള്ള പ്രതിരോധ കുത്തിവയ്പും തുള്ളിമരുന്ന് വിതരണവും ആലുവ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് സംഘടിപ്പിച്ചു. തുടർന്നുള്ള രണ്ടാം ഘട്ട തുള്ളിമരുന്ന് വിതരണം മെയ് 8-ന് നൽകുമെന്ന് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ നിന്ന് ഹജ്ജ് 2024-ന് സെലക്ഷൻ ലഭിച്ചിട്ടുള്ള ഗവൺമെന്റ് മുഖാന്തിരം പോകുന്ന ഹാജിമാർക്ക് ആലുവ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ആലുവ, പറവൂർ, കളമശ്ശേരി, തൃക്കാക്കര, തൃപ്പൂണിത്തുറ, എറണാകുളം, കൊച്ചി, വൈപ്പിൻ നിയോജക മണ്ഡലങ്ങളിലെ ഹാജിമാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പും തുള്ളിമരുന്ന് വിതരണവും നടത്തി. അങ്കമാലി, പെരുമ്പാവൂർ, കുന്നത്തുനാട്, കോതമംഗലം, മൂവാറ്റുപുഴ മണ്ഡലങ്ങളിലെ ഹാജിമാർക്കും ഹജ്ജുമ്മമാർക്കുമുള്ള പ്രതിരോധ കുത്തിവയ്പും തുള്ളിമരുന്ന് വിതരണവും മെയ് 8 ബുധനാഴ്ച രാവിലെ 8:30 മുതൽ 12:30 വരെ ആലുവ ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിയിൽ വെച്ച് നടക്കുമെന്ന് ജില്ലാ ട്രെയിനിംഗ് ഓർഗനൈസർ അറിയിച്ചു. എറണാകുളം ജില്ലയിൽ നിന്ന് പോകുന്ന ആലുവ, കളമശ്ശേരി, പറവൂര്, തൃപ്പൂണിത്തുറ, കാക്കനാട്, കൊച്ചി, എറണാകുളം മണ്ഡലങ്ങളിലെ ഹജ്ജുമ്മമാർക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്, മെനിഞ്ചൈറ്റിസ് തുള്ളിമരുന്ന് വിതരണം ഇന്ന് ആലുവ താലൂക്ക് ആശുപത്രിയിൽ ഹജ്ജ് നോഡൽ ഓഫീസർ ഡോക്ടർ ഹനീഷ് സാറിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആരംഭിച്ചു. ഹാജിമാർ എല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. കുറഞ്ഞ ഉള്ള സൗകര്യത്തിൽ നല്ലതുപോലെ അവർക്ക് ബുദ്ധിമുട്ടില്ലാതെ ഈ ചൂട് സമയത്ത് എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്തു തരാൻ മെഡിക്കൽ സ്റ്റാഫും ഡോക്ടർമാരും നമ്മുടെ ട്രെയിനർമാരും സജ്ജരാണ്. ന്യൂസ് ബ്യൂറോ, ആലുവ. ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയേ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ മഹാവിഷ്ണവേ നമഃ.